ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ നേരത്തെ തുടങ്ങാൻ തീരുമാനം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനം നേരത്തെ തുടങ്ങാൻ കേരളത്തിലെ BJP നേതൃത്വം തീരുമാനിച്ചു. മിഷൻ 29മായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മണ്ഡല പുനർനിർണയത്തിലൂടെ 30 സീറ്റായാൽ 6 മുതൽ 8 സീറ്റ് വരെ നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥികളെയും മണ്ഡലത്തിന്റെ ചുമതലക്കാരെയും നേരത്തെ തന്നെ നിശ്ചയിച്ച് നീങ്ങാൻ ധാരണയായി. അതേസമയം ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ കാര്യമായി എടുക്കാൻ BJP നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. കോർ കമ്മിറ്റി വിളിക്കണമെന്ന് മുരളീധര പക്ഷം ആവശ്യപ്പെട്ടെങ്കിലും വിളിച്ചില്ല. ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗം മാത്രം വിളിച്ചു. അതിൽ കാര്യമായി ഫണ്ട് തട്ടിപ്പ് ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ യോഗത്തിൽ V മുരളീധരനും K സുരേന്ദ്രനും പങ്കെടുത്തില്ല. ആരോപണങ്ങളെ ഗൗനിക്കാതെ മുന്നോട്ട് പോവുക എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. പകരം മിഷൻ 29 യോഗത്തിൽ ഊന്നൽ നൽകിയത്. മണ്ഡല പുനർനിർണയത്തിലൂടെ 20 സീറ്റ് എന്നത് 30 സീറ്റായി ഉയർന്നാൽ 6 മുതൽ 8 സീറ്റ് വരെ പിടിക്കുക എന്നതാണ് BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 തന്നെയാണെങ്കിൽ 4 സീറ്റ് വരെ പിടിക്കണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ K സുരേന്ദ്രൻ, തൃശൂരിൽ സുരേഷ് ഗോപി, പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി എന്നിങ്ങനെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകളിലേക്കും നേതൃത്വം കടക്കും. മാത്രമല്ല, നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് ശേഷം 3 സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ബീഹാറിലെ ബങ്കിപ്പൂർ, മധ്യപ്രദേശിലെ ദതിയ, ഗുജറാത്തിലെ മഞ്ചാൽപൂർ എന്നീ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ 3 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJPക്ക് ഇതിന്റെ ഫലം ഏറെ നിർണായകമാണ്. ഓഗസ്റ്റ് 3 വോട്ടെണ്ണൽ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ബീഹാറിലെ ബങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. BJPയുടെ നീരജ് കുമാർ സിൻഹയും RJDയുടെ രേഖകുമാരി ഗുപ്തയും തമ്മിലാണ് മത്സരമെങ്കിലും ജൻസുരാജ് പാർട്ടിയിലൂടെ കന്നി മത്സരത്തിനിറങ്ങുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം ബങ്കിപ്പൂരിനെ ദേശീയ ശ്രദ്ധാകേന്ദ്രമാക്കുന്നു. മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസ് MLA അയോഗ്യനായതിനെ തുടർന്നാണ് വോട്ടെടുപ്പ്. അവിടെ BJPയിൽ ഉണ്ടായ പ്രാദേശിക എതിർപ്പുകളെ മറികടന്നാണ് അശുതോഷ് തിവാരി BJPക്കായി രംഗത്തിറങ്ങിയത്. ഗുജറാത്തിലെ മഞ്ചാൽപൂരിൽ അന്തരിച്ച BJP MLA യോഗേഷ് പട്ടേലിന് പകരക്കാരനായി സതീഷ് പട്ടേലാണ് BJPക്ക് വേണ്ടി ജനവിധി തേടുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. അമിത്ഷായ്ക്കെതിരെയുള്ള പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബഹളം തുടരും. ലോക്സഭയിലും രാജ്യസഭയിലും ഇക്കാര്യത്തിൽ ബഹളം വയ്ക്കാൻ BJP തീരുമാനം. അതേസമയം പോലീസ് അതിക്രമം 2 സഭകളിലും ഇന്നും ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. രാജ്യസഭാ അജണ്ടയിൽ ഇതുവരെ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല. അയോധ്യ സംഭാവന കൊള്ളയിലേക്ക് ഇനി ശ്രദ്ധ തിരിക്കുമെന്നും സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നത് 2 വഴികളിലൂടെയെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. മഹാരാഷ്ട്ര, രാജസ്ഥാൻ വഴി കേരളത്തിലെത്തി. കേരളത്തിലെ ചില വിദ്യാർത്ഥികൾക്കും ചോർന്ന ചോദ്യങ്ങൾ കിട്ടി. കേരളത്തിൽ പഠിക്കുന്ന മകന് കിട്ടിയ ചോദ്യങ്ങൾ രാജസ്ഥാൻ സ്വദേശി ചൂണ്ടിക്കാണിച്ചതാണ് ആദ്യ പരാതിയിലേക്ക് നയിച്ചത്. രാജസ്ഥാനിലെ സിക്കർ സ്വദേശിയാണ് മകന് കിട്ടിയ ചോദ്യങ്ങൾ അധ്യാപകന് കൈമാറിയത്. NTA ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിദഗ്ധന്മാർക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ നൽകിയാണെന്നും പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.